ഇയാളെ മുടി ആന്റെ റസൂലിന്റെ മുടിയായ? ഞാൻ പറഞ്ഞ 10,000 മുടി ഇയാളെ കൈവശമുണ്ട്. 10,000 സത്യമായി പറയുന്നത്. ഇന്നും നമുക്ക് പോയാൽ കാണാം, ഒരു പണിയില്ല. അവിടെ ബോംബെ പോകാനും കാണാം. ഇപ്പൊ പിന്നെ ഇവർ പരമാവധി ഇയാളെ ബ്ലോക്കാക്കാൻ നോക്കിയിട്ടും കേരളക്കാരാണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇയാളുടെ അടുത്ത് ചെന്നാൽ ഈ 10,000 മുടികളുടെ ശേഖരം കാണാം. പഠിച്ചോനെ, അള്ളാന്റെ റസൂലിന്റെ മുടി 10,000 ഒരു ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ 10,000 പരം മുടി ഇക്ബാൽ ജാലിയാവാന്റെ അടുത്തുള്ള കാര്യം ഉറപ്പ് ഇതുവരെ കാന്ത പാർട്ടി നിഷേധിച്ചിട്ടില്ലല്ലോ. അവർക്ക് നിഷ്കാൻ കഴിയില്ല. കാരണം നിഷേധിച്ചാൽ നമ്മൾ പോയി പത്രക്കാരെ പോയി കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ 10,000 മുടി ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ പരമ്പര കാന്തർ ഉണ്ടാക്കിച്ച പരമ്പരയിലുള്ളത് മൊഹീദ്ദീൻ ഷെയ്ഖ് വഴി അങ്ങനെ പോണ് റസൂലുള്ളാഹിക്ക്. റസൂലുള്ളാഹി കൊടുത്തു ഖാദിയാത്തുൽ സിൽസിലല്ലേ മുഹീദ്ദീൻ ഷെയ്ഖിന് കിട്ടി. മുഹീദ്ദീൻ ഷെയ്ഖിന് തന്റെ ഖലീഫ കൊടുത്തു. ഇങ്ങനെ പോരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. മുഹീദ്ദീൻ ഷെയ്ഖ് ഒരൊറ്റ ഉദാഹരണം നോക്ക്. സാക്ഷാൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ ചരിത്രം എല്ലാം സവിസ്തരം ഡീറ്റെയിലായി സമ്പൂർണമായി ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷാഹിന്റെ കറാമത്തുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷാഹിന്റെ ജീവചരിത്രമൊക്കെ രേഖപ്പെടുത്തി. മുഹമ്മദ് ഷാഹി ജനിച്ചപ്പെട്ട അത്ഭുതങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അടുത്ത് ഒരു വിശുദ്ധ കേസുണ്ടെങ്കിൽ അതുപോലെ രേഖപ്പെടുത്തപ്പെടും. ഇത് 10,000 മുടി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിൽ നിന്നാണ് ലോക മഹാത്ഭുതം. ഒരു സ്വഹാബിന്റെ കയ്യിൽ പോലും 10,000 മുടി ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു മുടിന്റെ ശേഖരം മുഹീദ്ദീൻ ഷെയ്ഖിന് കിട്ടി. സങ്കല്പിക്കാരോ? ഈ നമ്മൾ പലതും ഭൂമധ്യരേഖ സങ്കല്പിക്കണില്ലേ, അതുപോലെ സങ്കല്പിച്ചോ? അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ 10,000 മുടികളുടെ ശേഖരം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കൈവശമുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു പിൻബലത്തോടൊരു കിതാബിൽ കാണണ്ടേ? അങ്ങനെ ഒരു കിതാബിന്റെ ഒരു തെളിവിന്റെ ശകലം ചരിത്രത്തിന് ഉദ്ധരിക്കാൻ മറുവിഭാഗത്തിന് സാധിക്കുമോ? സാധിക്കൂല. മൗന മറുപടി. കാരണം അങ്ങനെ ഇല്ലല്ലോ. ഇത് കള്ള മുടിക്കെട്ടുകല. എന്നാ ഇതേ മാതിരി തന്നെ ഇയാൾ അനിയനാണ് ആര്? മറ്റേ അബുദാബിയിലെ ഖസ്റജി, അഹമ്മദ് ഖസ്റജി. രണ്ടാളും സെയിം. അഹമ്മദ് ഖസ്റജിന്റെ ഇതുപോലെ 10,000 മുടികളെ കെട്ടുകളാ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇയാളത്ത് എല്ലാം ഉണ്ട്. ഉസ്മാൻ ഖാന്റെ മോതിരണ്ട്, നബി സല്ലല്ലാഹു മിറാജിന് ഉൾപ്പെട്ട കുപ്പായുണ്ട്. ഖസ്റജിന്റെ പരമ്പര മൂപ്പര് നല്ല നല്ല പാത്രത്തിലാണ് വെച്ചിരിക്കുന്ന. അറബിയല്ലേ പൈസ ഉണ്ട്. ഇയാൾ സാധു അലമാരയിലും കെട്ടിന്റെ മുകളിലും പിന്നെ കെട്ടിന്റെ മുകളിലും കടിയിലൊക്കെ തിരികെ വെച്ചേക്കാന്ന് വ്യത്യാസമുള്ളൂ. രണ്ടാൾക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടാളും ജ്യേഷ്ഠനാണ്. ഇതിനകത്ത് തോന്നി കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞു ചിരിക്കുന്നുണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്തൊക്കെ നിഷേധിക്കാൻ തയ്യാറായാലും ശരി, ഈ സത്യങ്ങളൊന്നും മൂപ്പർക്ക് മൂപ്പർ പറഞ്ഞു വെച്ചതല്ലത്. മൂപ്പർ ജിഷാനോട് പറയുന്നുണ്ട് ഇവർ രണ്ടാളത്തും കെട്ടിക്കള സാധ്യതയുണ്ട്. മൂപ്പര് ജ്യേഷ്ഠനും അങ്ങനെ തോന്നുന്നു. അഹമ്മദ് ഖസ്റജിയും ഇക്ബാൽ ജാലിയാവാനെയും നോക്കി നിങ്ങൾ പറയുന്നത്. ഖസ്റജി ഒരുപാട് വാങ്ങിയാളാണ്. അല്ല, വീട്ടില് ഞാൻ വീട്ടിൽ പോയിരുന്നു. പക്ഷെ ഖസ്റജിനെ നേരിട്ട് കാണാൻ പറ്റില്ല. ഞാൻ പോയിരുന്നു അവിടെ. അയാളെടുത്ത് പല ഇതുണ്ട്. അല്ല, അപ്പൊ അയാള് കുറെ എല്ലാം കൂടി ഇയാളെ മരുന്ന് ഇയാള് അല്ല, ഇതില് സംശയം വന്നു പോകുന്ന കാരണം ജ്യേഷ്ഠനാണ് ആരാണ്? പൊന്മള ഖാദർ മുസ്ലിയാര്. പക്ഷെ ഒരു കാര്യം, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വകാര്യ സംഭാഷണത്തിൽ അവരുടെ പ്രവർത്തകന്മാരോട് പങ്കുവെക്കുന്ന ഈ ആശയം, അയാൾക്ക് ആത്മാർത്ഥതയുടെ കണികളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിനോട് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഭാഗമുണ്ടെങ്കിൽ അയാൾ സ്വകാര്യമായി ഇങ്ങനെ പങ്കുവെക്കല്ല വേണ്ടത്. പച്ചയായി പരസ്യമായി കാന്തപുരത്തിന്റെ കൈവശത്തു നിന്ന് കിട്ടുന്ന പണങ്ങളുടെ കൂമ്പാരം നോക്കാതെ മുസ്ലിം സമുദായത്തോട് സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. അതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനുള്ള മഹബത്തല്ല നയിക്കുന്നത്, ഭൗതിക താല്പര്യങ്ങളാ. ഒരു സംശയം ഉള്ളിൽ ഇങ്ങനെ പറയത്. എന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പര് പറയാൻ കഴിയില്ലോ. ഇയാളെ പേരോട് പറയണം. മുപ്പര് പറഞ്ഞത് അങ്ങനെ തന്നെയാണെങ്കിലും അത് വേറെ വ്യാഖ്യാനം പേരോട് വ്യാഖ്യാനിക്കണം. മൂപ്പര് വ്യാഖ്യാനിക്കാൻ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞാൽ മൂപ്പരുണ്ട്. മൂപ്പര് നിഷേധിക്കാൻ തയ്യാറില്ല. പേരോട് നിഷേധിച്ച ഇയാൾ രംഗത്ത് വരും. ആ പേരോട് ശരി എന്നിട്ട് അപ്പുറത്ത് വിശദീകരണം കൊടുക്കുക. എന്ത് വിശദീകരണം അത് കൊടുത്തത്? ഒരു വിശദീകരണം വെക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മളെപ്പോലെ ഈ വിഷയം അന്വേഷിക്കാൻ ഇറങ്ങിയ ഈ പറയുന്ന സുഹൃത്തുണ്ടല്ലോ, ഈ സുഹൃത്ത് അവസാനം 10-18 മുടി അവിടുന്ന് കൊണ്ടുവന്നത്. അതിന്റെ ചരിത്രം നമുക്ക് പറയാം. ഈ 10-18 മുടി കൊണ്ടുവന്നത് നമുക്ക് 7 മുടി അറിയില്ലേ? മൂപ്പർക്ക് ഒരു പോങ്ങ മുടിയാ കൊടുത്തതെന്ന് പറഞ്ഞത്. ആ പോങ്ങ മുടിയാണെങ്കിൽ നോക്കുമ്പോൾ 18 മുടിയുണ്ട്. ഈ 18 മുടിയിട്ട് ഇയാൾ നേരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടുത്ത് എല്ലാ സ്ഥാനത്തും പോയി നോക്കി. അതും വലിയ വിലയൊന്നുമില്ലത്. കാരണം ഇവർക്കൊക്കെ നേരത്തെ അറിയ സംഭവം. പിന്നെ പൊന്മളയോട് ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട്, നൌഷാദ് ഹസനിയുമായിട്ട് പങ്കുവച്ച ആശയം, ഹസനി നമുക്ക് ഈ മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയല്ലേ, നമ്മുടെ സ്ഥാപനങ്ങൾ വളരട്ടെ. 3 പൊന്മള സ്ഥാപനത്തിന്, 3 ഖലീൽ ബുഖാരിന്റെ സ്ഥാപനത്തിന്,
പിന്നെ സ്വലാത്തൊക്കെ നിർത്തിയാൽ 27 ബാക്കി സമയം ചെല്ലിയാൽ മതി. മറ്റത് 27 മഹത്വം കൂടി ഒഴിവാക്കി അവിടെ സ്വലാത്തിൽ പൈസ ഉണ്ടാക്കാനല്ലേ. 3 ഖൽബ് ബുഖാരി കിടക്കട്ടെ, 3 പേരുടെ എടുക്കട്ടെ, അങ്ങനെ 6 സ്ഥാപനത്തിന് 3 മുടിയോട് കൊടുക്കുക, 18 മുടി. ഇത്തരത്തിൽ മുടിയോട് വളരട്ടെ എന്ന് ബർക്കത്തും വളരട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്താ ഉസ്താദെ അഭിപ്രായം നോക്കിയിട്ട് പൊന്മലിനോട് ജിഷാൻ പൊന്മല വേണ്ടാറുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി അത് വേണ്ടാന്ന്. അത് വേണ്ട ഉസ്താദ് എന്തേലും പ്രശ്നം എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ മുടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടേ? അതിപ്പോ ആണെന്ന് ഉറപ്പില്ലല്ലോ. ആർക്ക്? പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ആണെന്ന് ഉറപ്പില്ല ചോദിച്ചു. ഇല്ല അപ്പൊ വ്യാജാണ് ചോദിച്ചു. അല്ല അല്ലാന്ന് ഉറപ്പില്ല, രണ്ടിനടിയില ബൈനബൈനാണ്. ആണെന്ന് ഉറപ്പില്ല, അല്ലാന്ന് ഉറപ്പില്ല, തൽക്കാലം ആ മുടി കുട്ടി എങ്ങോട്ട് കൊണ്ടുവരണ്ട നോക്ക് പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയണത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ പറഞ്ഞ ഉസ്താദിന് വിശ്വാസമായിട്ടുണ്ട്, പക്ഷെ അത് ജനങ്ങളോട് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ വിശ്വാസമില്ലല്ലോ. കാരണം എന്താ, ഇതൊക്കെ മുഴുവൻ നിങ്ങൾ ഇന്ത്യയിൽ മനസ്സിലാക്കി പറഞ്ഞതാണ്. അല്ല എന്നുള്ളതിന് ഒരു ഉദ്ദേശം നിങ്ങൾ പറഞ്ഞില്ല. അല്ല അങ്ങനെയാണെങ്കിൽ സ്വാഭാവികം അത് മഹാത്മം അല്ല ഉസ്താദ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടോ ഞാന് തമാശന്റെ രൂപത്തില് പിന്നെ നൗഷാദ് ഹാസനോട് പറഞ്ഞിരുന്നത്. ഞാൻ 18 കടന്നു കൊണ്ടാന്നല്ലോ, 18 കൊണ്ടാന്നല്ലോ. അതെ, ഒരു 3 ഞാൻ പൊന്മുറ ഉസ്താദിന് കൊടുക്കും, ഒരു 3 പേരോട് ഉസ്താദിന് കൊടുക്കും, 3 പിന്നെ ഖലീലങ്ങളെ അതിലും കൊടുക്കും. അങ്ങനെ 6 സ്ഥാപനങ്ങൾക്ക് ഞാൻ വീതിച്ചു കൊടുക്കും. ഒരു വാങ്ങി വെക്കുമെന്ന് ചോദിച്ചിന്. അല്ല ഷെറുംബാർക്കാണെങ്കിലും നോക്കണമല്ലോ. അല്ല അതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. അതേപോലെ ആളെ എനിക്ക് ഉറപ്പില്ല, അല്ലാന്ന് ഉറപ്പില്ല എന്നെങ്കിൽ ഞാൻ നമ്മളോട് പറഞ്ഞേ ആണ് ഉറപ്പിക്കാനായിട്ടില്ല. ഇയാളിൽ ഇങ്ങനൊക്കെ എഴുതുന്നുണ്ട്. അല്ലാന്ന് ഉറപ്പിക്കുന്നതിന് വേറെ തരുന്നുണ്ട്. അല്ല ഇത് അത് ഉസ്താദ് ഞാൻ പറയുന്നത് കേട്ടറിഞ്ഞ് മാത്രം. ഉസ്താദ് ആട് ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് 100 വട്ടം പറയാത്ത വാർത്തയിലാണ്. സാറങ്ങളെ, സാക്ഷാൽ പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനാ രംഗത്തെ ഉയർന്ന ലീഡർഷിപ്പുള്ള മഹാൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന പണ്ഡിതനാണ് ഈ പറയുന്നത്. അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഉറപ്പില്ല, അല്ലാന്ന് ഉറപ്പില്ല, അതുകൊണ്ട് പടക്കട്ടെ എന്നാ മൂപ്പര് കാഴ്ചപ്പാട്. മൂപ്പർക്ക് 3 മുടി വേണ്ട. റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ എന്റെ സഹോദരന്മാരെ, അത് ചെറിയൊരു തോതിലെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ മുടിയാണെങ്കിൽ 3 മുടി ഇയാൾക്ക് 10 പൈസ ചെലവില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പൂവിട്ട് സ്വീകരിക്കൂലേ, വലിയ മർഹബന്ന് ഏറ്റുവാങ്ങേ. ഒരു തുള്ളി വിശ്വാസമല്ല. ഇന്ന് അയാൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇയാൾ കാന്തപുരത്തിന്റെ മർക്കസിനെ എടുത്തെറിയണ്ടേ? ഇയാൾ സംഘടന ടോപ്പ് ലീഡറല്ലേ? മർക്കസിൽ ആ മുടി വെക്കാൻ പാടില്ല, അത് പ്രദർശിപ്പിക്കാൻ പാടില്ല. അതാണെന്ന് ഉറപ്പില്ല, അല്ലാന്ന് ഉറപ്പില്ല. അത് സാധനം ഏത് സാധനത്തിന് പറ്റും അങ്ങനെ തന്നെയല്ലേ? ഞാൻ ബാർബർ ഷാപ്പിൽ 2 മുടി കൊണ്ട് റസൂലുള്ളാഹിന്റെ മുടി ആണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അല്ലാന്ന് ഉറപ്പുണ്ടോ? അത് ഉറപ്പില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നുണ്ട്. കുറിച്ചും അങ്ങനത്തെ മുടി ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം ജനസമൂഹത്തെ കോടികൾ അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ചൂഷണം നടത്തുന്ന രീതിക്കെതിരെ പടപൊരുതാൻ അഭ്യസ്തരല്ലേ? അത് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്കിടയിൽ പാർട്ടിക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, തമ്മിലെടുപ്പിക്കുക, പുറത്താൾ പറയാൻ തയ്യാറില്ല. ഇതല്ലേ സത്യ സഹോദരന്മാരെ? ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ പ്രൈവറ്റ് സെക്രട്ടറി സാലിഹ് സഫി, അത് സത്യം തുറന്നു പറഞ്ഞല്ലോ ജിഷാനോട്. ജിഷാൻ ഞാൻ ഉണ്ടാക്കിയതാണ് സംഭവം. ആ സാലിഹ് സക്കാഫിനോട് വളരെ വൈകാരികമായി ജിഷാൻ മാഹി ചോദിക്കാണ്, സാലിഹ് സക്കാഫി സത്യം പറയട്ടെ, നിങ്ങൾ ഇത്ര ഗൗരവമുള്ള ഒരു കുറ്റത്തിന് കൂട്ടു നിൽക്കുമ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലല്ലേ ഉണ്ടാക്കി പറയണത്? അല്ല അലയ്യ മുത്തഅമ്മിദൻ, എനിക്കെതിരെ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ എന്റെ ശരീരത്തിനെതിരെ, റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ വിശുദ്ധ മുടി? തങ്ങൾക്കെതിരല്ലേ ഈ കള്ളം പറയണത്? ഇത്ര വലിയ കള്ളം പറയാൻ വേണ്ടി കൃത്രിമമായ ഒരു പരമ്പര ഉണ്ടാക്കാൻ നിങ്ങളോട് കൽപ്പിച്ചപ്പോ നിങ്ങളത് അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടായില്ലേ? പടച്ചോനെ പേടിണ്ടായില്ലേ? മരിച്ചു പോകണമെന്നുള്ള ചിന്ത ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു. ആ സാലിഹ് സക്കാഫി പറയാം, ജിഷാനെ നീ പറഞ്ഞു വളരെ ശരിയാ, പക്ഷെ പ്രധാനമായും 2 കാര്യങ്ങൾ എനിക്ക് തടസ്സമായത്. ഒന്ന് അന്ന് ഞാൻ വാങ്ങുന്ന സാലറി, മർക്കസിന് ശമ്പളം, പണത്തിന് അവർക്ക് ക്ഷാമല്ലല്ലോ, പല വഴിക്കാ പണം, ആ പല സ്രോതസ്സുകളും ഇപ്പൊ നമ്മൾ പറയാം. അന്ന് എനിക്ക് കിട്ടുന്ന സാലറി സ്കാഫിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ശമ്പള, അതിന് ശമ്പള കിട്ടിയത്. അത് ഇട്ടെറിഞ്ഞ് പോരണ്ടേ? രണ്ടാമത്തത്, ഞാൻ ഉസ്താദിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? മന്ത്രിമാർ വരുമ്പോഴും ചീഫ് ഗസ്റ്റുകൾ വരുമ്പോഴും അറബികൾ വരുമ്പോഴും ഒക്കെ ഞാൻ ഒപ്പുണ്ടാകുക. വിദേശയാത്രകളൊക്കെ ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോകും. എന്താ സൗകര്യങ്ങളും സംവിധാനങ്ങളും. അത് രണ്ടും എനിക്ക് സത്യം പറയാൻ അന്ന് തടസ്സായി. പിന്നെ ലാസ്റ്റ് എന്റെ മനസ്സാക്ഷി കുത്തുകൊണ്ടാണ് ഇനി കേരളത്തിൽ തന്നെ നിൽക്കേണ്ട, മർക്കസ് ഒന്നും ഇവിടെ ഗുലുമാലൊന്നും പറയണ്ട വിചാരിച്ച് ഞാൻ ദൂരെ ന്യൂസിലാൻഡിൽ പോയി ജോലി ചെയ്യണം. ഞാൻ ഈ ഗുലുമാലിക്കൊന്നുമില്ല വെട്ടി തുറന്നാ പറയണത്. ഏതെങ്കിലും ഒരു ജിഷാൻ മാഹിയുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉമർ സക്കാഫിയുടേതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹസനിയുടെയോ സക്കാഫിയുടെയോ പേര് വെച്ചുണ്ടാക്കിയ ഒരു വിഷയമല്ല. ഔലിയാക്കന്മാരും അതുപോലെ തന്നെ പ്രമുഖന്മാരുമായ
ഒരുപാട് മഹാന്മാരായ 40-ലധികം വരുന്ന ഇമാമുകളുടെ പേരുകൾ ചേർത്തുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടിക്കുന്ന ഒരു വിഷയമുണ്ടായപ്പോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും സാലിഹ് സഖാഫി നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് വിനീതനായ ഞാൻ ചോദിച്ചു. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിഷാനെ, അന്നൊരു സഖാഫി ചിഹ്നം കാണുന്നതിലധികമുള്ള സാലറി, ശമ്പളം എനിക്ക് മർക്കസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ശമ്പളത്തിന് പുറമെ രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗം. ആര് കണ്ടാലും ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അതൊക്കെ ആ സമയത്ത് ഈ ഒരു സത്യം, ഈ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. വിശദമായി ശേഷം കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്ക് സഹോദരന്മാരെ, എത്ര പച്ചായിട്ടാ അന്നത്തെ ഈ സത്യങ്ങൾ ഇവരൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നത്. ഇത് നിഷേധിക്കാൻ കാന്തപുരത്തിന് കഴിയണില്ലല്ലോ, പേരോട് കഴിയില്ലല്ലോ. കാരണം സാലിഹ് സഖാഫി ജീവനോടെ ഇരിക്കുന്നുണ്ട്. സാലിഹ് സഖാഫി ആ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാനുള്ള തന്റെ ഇടല്ല സാലിഹ് സഖാഫി അവിടെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. പണത്തിന് കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്താലും പിൻവാങ്ങാത്ത വിധം ഈ സാലിഹ് സഖാഫിയും ഈ അബ്ദുൽ നസീർ അസ്ഹരിയും ഈ ജിഷാൻ മാഹിയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് സത്യസന്ധരായ ആളുകളുണ്ട്. അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക, പിൻവാങ്ങാൻ തയ്യാറില്ലാതെ. നോക്കൂ നിങ്ങൾ, ഇത്ര പച്ചയായി കാര്യങ്ങൾ ഒരു ഭാഗത്ത് പ്രകടമാകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോകാം. ഇതൊക്കെ ഇങ്ങനെ പ്രകടമായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ജിഷാൻ മാഹി ബോംബെയിലെത്താൻ തീരുമാനിച്ചു, നേരിട്ട് ഇക്ബാൽ ജാലിയവാലയെ കാണാൻ. ഈ പറഞ്ഞ കാന്തപുരത്തിന് മുടി കൊടുത്ത ആരിഫ് റക്കവത്തിയുമായി നേരത്തെ ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് ചെന്നപ്പോ പറഞ്ഞു, ബോംബെയിലെത്തിയപ്പോ പറഞ്ഞു, സോറി ജാലിയവാലി അറിയില്ല, ബോംബെയല്ല, ഒന്നും നിങ്ങളെ വിചാരിച്ചാലേ വന്ന് നിങ്ങൾ ടൈം തന്നാലേ വന്നു. പറഞ്ഞിട്ടെന്താ, ഞാനിങ്ങനെ അത്യാവശ്യം പോരേണ്ടി വന്നു പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ കാര്യം ഇക്ബാൽ ജാലിയവാലിന്റെ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്രസ്. അതിന് ഇക്ബാൽ ജാലി അവിടെ അല്ലല്ലോ, മൂപ്പര് ഗുജറാത്തിലാണ് പറഞ്ഞു. അങ്ങെത്താൻ പാടില്ല ഈ കുട്ടികൾ. എന്ത് ചെയ്യും, വല്ലാത്തൊരു ഉരുമാല. പക്ഷെ ഇവരൊക്കെ ബുദ്ധിയിലാക്കാൻ സംശയം കൂടി വന്നു. അയാൾ പറഞ്ഞ പള്ളിയിൽ പോയി അവരെ ഏൽപ്പിക്കാനായ ഒരു ഇമാമുണ്ട് ബഷീർ ബാക്കറി, അയാളോട് ചെന്ന് കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്താ ഉസ്താദ് മുടിയിടുന്ന വിശ്വാസല്ലേ, പിന്നെ ഞങ്ങട്ട് അങ്ങനല്ല, ഞാൻ ആ ബർക്കത്തുള്ള ആ നേരിലൊന്ന് കാണാൻ പോകാണ്, അതൊന്നും വേണ്ട, ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അപ്പം ചെയ്യാൻ പാടില്ല. ഉസ്താദ് എന്നിട്ട് കുറെ പിന്തിരിപ്പിക്കാൻ നോക്കി. എനിക്ക് ഒരു രക്ഷയില്ല, ബഷീർ ബാക്കറി സ്ഥലം പറഞ്ഞില്ല എന്ന് മനസ്സിലായി. ലാസ്റ്റ് ബഷീർ ബാക്കറി എന്ത് ചെയ്തു, ഒരു വഴി പറഞ്ഞു കൊടുത്തു. ആ വഴി കൂടെ ഇങ്ങനെ പോയാണ്ട വിടുക്കത്തിന് ഇതെങ്ങനെങ്കിലും തട്ടിത്തിരിച്ച് വിടണം ആ പരിപാടി. സത്യ ആളുകൾ കണ്ടെത്താൻ പാടില്ല, വരെ കൊടുത്തപ്പെട്ട ആൾക്കാര്. ഈ ഇവൻ പറയുന്നുണ്ട്, ജിഷാൻ മാഹി പറയുന്നുണ്ട്, ഇവൻ മാഹിക്കാരനാണ്. പിന്നെ വയനാട്ടിക്ക് പോകാന് പിന്നെ മാഹിന്ന് വഴി പറഞ്ഞു കൊടുത്താൽ നേരെ കുറ്റ്യാടി വഴി പേരാമ്പ്ര വഴി വയനാട്ടിക്ക് ഒറ്റ റോഡേ ഉള്ളൂ തലശ്ശേരി. ഇത് ഇവന് പറഞ്ഞു കൊടുത്തത് നേരെ തലശ്ശേരി മാഹിന്ന് എവിടേക്കാണ്, കോഴിക്കോട്ടേക്ക്. കോഴിക്കോട്ട് നിന്ന് നിർവാഹം പറഞ്ഞു കൊടുത്തത്. നോക്കി നിങ്ങൾ പറയണത് സ്വന്തത്തെ കുറിച്ച്. അഡ്രസ് തലശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നല്ലേ, ഇങ്ങനെ വയനാട്ടിലേക്ക് പോകേണ്ടതെന്ന്. ഒന്നും കുറ്റ്യാടി വഴി നേരെ വയനാട്ടിലേക്ക് പോകാം. ഇവര് പറഞ്ഞ വഴി എന്താണ്, തലശ്ശേരിയിൽ നിന്ന് നേരെ കോഴിക്കോട് പോകും, കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് പോകും, എറണാകുളത്ത് നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോവാം, എന്നിട്ട് വയനാട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ജാലിയവാലയും ഈ പറയുന്ന ബഷീർ ബാക്കവിയും തമ്മിലുള്ള ദൂരം സത്യം പറഞ്ഞാൽ 7-8 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ജിഷാൻ മാഹിയും അബ്ദുൽ നസീർ അസ്ഹരിയും അവിടെ എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്, വളഞ്ഞ റൂട്ടുണ്ടാക്കി കൊടുത്തുക. പക്ഷെ ഇവൻ പറയുന്നുണ്ട്, നമ്മുടെ അനുഭവം പറയുന്നുണ്ട്, ഇത് അള്ളാന്റെ റസൂലിന്റെ വിഷയല്ലേ, അതുകൊണ്ട് മാത്രം ഞാനവിടെ എത്തിപ്പെട്ടത്. ഓരോ മെട്രോ റെയിലുണ്ട്, റെയിൽവേക്ക് വണ്ടിക്ക് കയറും, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, അന്വേഷിക്കും, ജാലിയവാല കഹാമേ ആരും അത് ചോദിച്ചാൽ ആർക്കും അറിയാം. പോയി തെരഞ്ഞു ഇറങ്ങി നടന്ന്. കാരണം ഇവരൊരു റൂട്ട് 4 ലക്ഷം റുപ്യ ചെലവായിന ഈ ഓപ്പറേഷൻ. ഇതൊക്കെ അടക്കി നടന്ന് ശരിയാക്കി അന്വേഷിച്ചിട്ട് ഈ നിലയ്ക്ക് ലാസ്റ്റ് ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ 2 സ്ത്രീകൾ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ജാലിയവാല കഹാമേന്ന് ജാലിയവാലിനെ ആയാലൊന്ന് അറിയുന്നു വെച്ചു. ആ ജാലിയവാല ഈ ഇതിന്റെ മുകളിലുണ്ട് പറഞ്ഞു. ഇയാളെ മനസ്സ് ത്രസിച്ചു. കയറി പോയി ചെന്ന് നോക്കുമ്പോ സംഗതി ജാലിയവാല അവിടെ ഉണ്ട്. ഇയാൾ എത്തിപ്പെട്ടു. ഇയാളും കൂട്ടുകാരോട് എത്തിപ്പെട്ടു. കൂട്ടുകാരെത്തിപ്പെട്ടിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ ഭയങ്കര വിദഗ്ധനാണ് സംസാരത്തിൽ, ആരെയും വീഴ്ത്തും. അങ്ങനെ സംസാരിച്ച് റെഡിയാക്കി ആദ്യം നോട്ടിന്റെ ഒരു കെട്ട് ഇയാൾ കൊടുത്തു. ഗൾഫിലെ പ്രവർത്തകനല്ലേ, നല്ല പൈസ ഉണ്ടാവും. ഒരു സംഖ്യ ആദ്യം ജാലിയവാലക്ക് കൊടുത്തു ഹദിയായിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ അപ്പോഴേക്ക് അവിടേക്ക് ആരും എത്താൻ പാടില്ല എന്നല്ലേ കാന്തപുര ഗ്രൂപ്പ് തീരുമാനം. ഈ ജിഷാൻ മാഹി അവിടേക്ക് പോകാൻ ശ്രമം നടത്തുന്നുണ്ട് ആരിഫ് റക്കാത്തിക്കറിയാം.
അതുപോലെ ഈ ബഷീർ ബാക്കവിക്ക് അറിയാം. അപ്പൊ അവരെ പ്രവർത്തകന്മാർക്കൊക്കെ അറിയാം ഇയാൾ അന്വേഷണം നടക്കുന്നത് എത്തിപ്പെടാൻ നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രശ്നമല്ലേ? ഇയാൾ ഇങ്ങനെ ജാലിയാവായിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് പ്രശ്നം. എന്താ പ്രശ്നം? ഇയാൾക്ക് ഫോൺ. എന്താ ഫോണിലുള്ളത്? ഫോണിലുള്ളത് വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചർച്ച ഇങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ നീക്കിയപ്പോ ഫസ്റ്റിയൊക്കെ റസൂലുള്ളാഹിന്റെ മുടി കണ്ട് ഈ പറഞ്ഞ എല്ലാ സാധനവും ഒരാൾ കാണിച്ചു കൊടുത്തു പറഞ്ഞു. അതിൽ മുടി ചോദിച്ചപ്പോ കട്ടിലിന്റെ ചോട്ടിൽ നിന്ന് കുറെ മുടിക്കെട്ട് എടുത്തു കൊടുത്തു ആദ്യം. പിന്നെ അലമാറന്ന് വേറെ മുടിക്കെട്ട്. ആ കട്ടിലോട്ട് ഈ പറഞ്ഞ പാത്രത്തിലാ മുടിക്കെട്ട് വേറുണ്ട്. ഇഷ്ടംപോലെ സാധന. ഈ അവിടെ മൂപ്പര് പറഞ്ഞത് പിന്നെ മുഹദ്ദിസീങ്ങൾ ഡിജിറ്റൽ ക്യാമറ വരെ അവിടെ ഉണ്ട്. സാധനം എല്ലാം ഇയാൾ എടുത്താണുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇയാൾ അത്ഭുതം കൂടി ഇരിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യണത്? ഫോൺ വരുന്നത് ജാലിയവാലക്ക്. ആ മലയാളിയായ അംജദി എന്ന് പറഞ്ഞ ബോംബെക്കാരനായ പ്രവർത്തകൻ നാട്ടിലാണ്. അപ്പോ അയാളെ വിളിച്ചു പറയുന്നത്. അപ്പൊ അവരിങ്ങോട്ട് ബന്ധപ്പെട്ട് മലയാളി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, സാധ്യത നിങ്ങൾ ആളാണ് അങ്ങോട്ട് വിവരം കൊടുത്തിട്ടുണ്ടാവും. ഈ അംജദി പറഞ്ഞു ഇവരൊക്കെ നേരത്തെ ഇയാളെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാവും, ഒരു കാശ കൊടുത്ത് റെഡിയാക്കിയിട്ട് മലയാളികൾ വന്നാൽ പ്രശ്നം ഉണ്ടാക്കി ഒന്നും ചെയ്ത് കൊടുക്കരുത്, ഇവർ പറ്റിക്കുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങളെ മലയാളി വിളിക്കുന്നുണ്ട്, നിങ്ങളവിടെ പറഞ്ഞയക്കണം, നിങ്ങൾക്ക് മുടി തരണ്ടെന്ന് പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ ചെയ്യാ വെച്ചു. ഫോൺ തരികയായിരുന്നു. ജിഷാൻ മാഹി ഫോൺ വാങ്ങി സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഇയാൾ അവിടെ കണ്ട മുടിന്റെ ശേഖരം ജസ്റ്റ് ഒന്ന് കണ്ടോ? അത് പറയുന്ന വിഷയം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ജാഹിയവാല അദ്ദേഹം ചില മുടികൾ കട്ടിലിയുടെ അടിയിൽ, ചില മുടികൾ ഒരു അലമാര തുറന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്ലേറ്റിൽ മുടിയെടുത്തു. ഈ മുടിയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് അദ്ദേഹം ഒന്നും തരുന്നില്ല. അപ്പൊ അബ്ദുൽ നസീർ പറഞ്ഞ് ജിഷാനെ ഒന്ന് കൈവച്ചു നോക്ക്, അതിന് നേരുണ്ടോ ഇല്ല നമുക്ക് ഇപ്പോഴൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൈവിട്ട് തരാനൊന്നും തയ്യാറില്ല. പിന്നെ നല്ല ചൊട്ടിയാൽ ചുളുങ്ങാത്ത 2 കളർ പേപ്പറുകൾ സനദ് എന്ന പേരിൽ അദ്ദേഹം എടുത്തു കാണിച്ചു. അദ്ദേഹത്തിന് എന്താ സനദ് എന്നറിയില്ല. സനദ് അദ്ദേഹത്തിന് വായിക്കാനോ അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു സനദിന്റെ ഒരു കോപ്പി തരുമോ? ഇല്ലല്ല, സനദിന്റെ കോപ്പി തരൂലാന്ന്. സഹോദരന്മാരെ, നേരത്തെ സനദ് പല ആൾക്കാർ ചോദിച്ചു വരുന്നില്ലേ? അപ്പൊ ഇവർ പറഞ്ഞ് എളുപ്പം കൊടുത്തേക്കാം. സനദ് പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങനെ പേപ്പറിൽ എഴുതി വെക്കാം. അപ്പൊ ഇയാൾ 2 കട്ടുള്ള പേപ്പറിലാക്കി വെച്ചേക്കാം. ഇങ്ങോട്ട് ആൾക്കാർക്ക് സനദുണ്ട്, സനദ് ഈ 2 പുതിയ പേപ്പറാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒന്നും എഴുതിയിട്ടില്ല. ഈ തോതിൽ സാധനം കാണിച്ചതിനൊക്കെ ദൃക്സാക്ഷിയായി നിങ്ങളെ നാട്ടുകാരനാണ് ഈ പറയുന്ന അബ്ദുൽ നദീർ അസ്ഹരി. നിഷേധിക്കൂല അദ്ദേഹം. ജിഷാൻ മാഹി പറയുന്ന ആൾ സത്യസന്ധനാണ്. അയാൾ ഈ കാര്യം നിഷേധിക്കൂല. കൂടെ പോയ ആളാണ്. പച്ചയായ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ കാണിച്ചു കൊടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുടിക്കെട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ ഫോണ് അയാളെ പറഞ്ഞേക്കണമെന്നില്ല ഫോണ്. അപ്പൊ ജിഷാൻ മാഹി ആ ഫോൺ എടുത്ത് തരും, ഞാൻ പറഞ്ഞോളായിരുന്നു. അപ്പോ ജിഷാനെ ഇവിടുന്ന് വേഗം പോകണമെന്ന് പറഞ്ഞു. അതെന്താ അംജദി നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാർ ഇത് റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ കാണാമെന്ന് എന്താ പ്രശ്നം? അല്ലല്ല അവിടെ പോകണം, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. എന്തായാലും സമ്മതിക്കൂല. ലാസ്റ്റ് ഫോൺ അങ്ങോട്ട് കൊടുത്തു. അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? ലാൻഡ് ഫോൺ അപ്പുറത്ത് റിങ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ഫോൺ ചെന്ന് എടുത്തിട്ട് മരുവോട് വിളിച്ച് പറയുന്നുണ്ട് ബാബ ഫോൺ ഉണ്ട്. ബാബ ചെന്ന് ഫോൺ നോക്കുമ്പോൾ മകൻ ഇമ്രാൻ ഗുജറാത്തിലുള്ളത്. മകൻ ഇമ്രാൻ അപ്പത്തിന് ഒരു വിവരം കൊടുത്തിട്ട് ഇതാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മലയാളിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് മുടി കൊടുക്കരുത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ജാലിയവാല പറഞ്ഞു ഇതാ മകനും പറയുന്നുണ്ട് എനിക്ക് മുടി തരരുതെന്നാ പറയണേ. കുട്ടി ഒരു കാര്യം ചെയ്തോ, ഇയാൾ കുറെ പൈസ നേരത്തെ വാങ്ങിച്ചില്ലേ, ആ നോക്കാനുള്ള സമയമല്ല, ഒരു പോങ്ങ മുടി എടുത്തിട്ട് കൈകൾ കൊടുത്തു. കുട്ടി വേഗം പൊയ്ക്കഞ്ഞു കൊടുത്തു, ഇവിടെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അത് വന്ന് എണ്ണി നോക്കുമ്പോ എത്ര മുടിയുണ്ട്? ഇല്ല എനിക്ക് തന്നില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുന്നാണ് ഇയാൾ ദയനീയമായി പറഞ്ഞപ്പോ ഒരു പോങ്ങ മുടിയോട് കൊടുത്തു. വേഗം കെട്ടിപ്പോകുന്ന ഞാൻ പുറത്ത് വന്ന് എണ്ണി നോക്കുമ്പോൾ 18 മുടി. മുമ്പ് കഴിച്ചതല്ല 18 മുടി. നോക്കാൻ അനുഭവം പറയണത് അവസാനം പറഞ്ഞു ഞാൻ എന്റെ ഹൃദയം പൊട്ടിപ്പോകും, ഇവിടെ വന്നിട്ട് നിങ്ങൾ എനിക്ക് മുടി തരാണ്ട് പോയാൽ എനിക്കാകെ വിഷമമാകും എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യാം, ഞാൻ മുടികൾ തരാം, നിങ്ങൾ ആരോടും പറയരുത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് മുടികൾ അരിയൊക്കെ വാരിയിരുന്നത് പോലെ വാരിയിട്ടു. ആ വാരിയിട്ട തോർത്തുമായി ഞാൻ അൽഹംദുലില്ലാ നന്നായി ചുറ്റിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് ബഷീർ ബാക്കവിയും അതുപോലെ തന്നെ അബ്ദുൽ നസീർ അസ്ഹരിയുമുള്ള പള്ളിയിലേക്ക് പോയേക്കുമ്പോ 18 മുടികളാണ് എനിക്ക് കിട്ടിയത്. സഹോദരന്മാരെ, കെട്ടിക്കണക്കിന് മുടിയല്ലേ ഇത് കൊടുക്കണ? എന്താ പണി? ഞാനൊരു മുടിയാണെന്ന് ചെന്നിട്ട് ചോദിച്ചത്, ഞാനും എന്റെ സുഹൃത്തുക്കളും. മൂപ്പര് പറഞ്ഞു ഒരു 7 കടന്നോട്ടേ അറിഞ്ഞു. നമുക്ക് ഉള്ളിൽ ചിരിച്ചാങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ചിരിക്കാതെ ശ്രമിച്ചു നിൽക്കുകയാണ്. കാരണം ഒരു മുടി ചോദിച്ച ആൾക്കാർക്ക് മൂപ്പരിങ്ങനെ പെറുക്കിട്ട് തരുന്നേ, കാരണം ഇഷ്ടം പോലെ സാധനമല്ലേ. സത്യത്തിൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കി, അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ വിശുദ്ധ കേസിൽ എത്ര പ്രാധാന്യം കൽപ്പിച്ചിരുന്നു? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അള്ളാഹുന്റെ ഹബീബിന്റെ പ്രിയ പത്നി ബീബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ
മഹദിയുടെ കൈവശം ഒരു വെള്ളിയുടെ പാത്രത്തിൽ കുറച്ച് മുടികളുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. രോഗമുള്ള ആളുകളെ സ്വഹാബികൾ ആളുകൾക്ക് വേണ്ടി പറഞ്ഞേച്ചാൽ ആ മുടി അവർ വെള്ളത്തിൽ മുക്കിക്കൊടുക്കും. ആ വെള്ളം കുടിച്ചാൽ രോഗശമനം ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് സ്വഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്. വഫീ റിവായത്തിൻ ഹദീസിന്റെ റിപ്പോർട്ടുണ്ട് ഇന്നഹാ കാനത്ത് ഹംസ ഷഅറാത്തിൻ, അത് 5 മുടികളായിരുന്നു. നബിന്റെ ഭാര്യന്റെ അടുത്ത് 5 മുടിയുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് 1 മുടി 2 മുടി ഇതൊക്കെ ഉള്ളത്. ആ ഉള്ളതൊക്കെ തന്നെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഞാൻ മരിക്കുമ്പോ എന്റെ കഫൻപുടയിൽ വെക്കണം, എന്റെ കണ്ണിൽ വെക്കണം ആ മുടി, മറ്റത് ഈ കണ്ണിൽ വെക്കണം, ചില ആൾക്ക് വായിൽ നാക്കിന്റെ ചോട്ടിൽ വെക്കണം, ഇവരൊക്കെ കബറിലെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ അത്യപൂർവമായി മാത്രം സൂക്ഷിക്കപ്പെട്ട, ഇന്നും വെല്ലൂരിൽ 1 മുടിയാണുള്ളത്, കശ്മീരിൽ 1 മുടിയാണുള്ളത്. ഇങ്ങനെ ലോക കേന്ദ്രങ്ങളിൽ പാവനമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു കേശവും 2 കേശവും ഒക്കെ ആണെങ്കിൽ 10,000-കണക്കിന് മുടിയുടെ കെട്ടുകളുമായി ആര് ചെന്നാലും വാരിക്കോരി കൊടുക്കുന്ന ഈ മുടിക്കെട്ടുകൾ സത്യമാണോ എന്ന് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ചെറിയ ബോധമുള്ള സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും. നിലവാരമുള്ള എടവണ്ണപ്പാറയിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് വ്യാജമാണ് തിരിച്ചറിയാൻ തെളിവുകൾ പോലും ആവശ്യമില്ല. ഇതല്ലേ സത്യസഹോദരന്മാരെ? അങ്ങനെയാൾ വന്നിട്ട് നേരെ 18 മുടിയേറ്റും. ഈ മുടിനെ എതിർക്കുന്ന ആ പൊന്മന അബ്ദുൽ ഖാദർ മുസ്ലിയാർ അയാളടുത്ത് വന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് വിശദമായി വിവരങ്ങൾ പറഞ്ഞപ്പോ മൂപ്പർ ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി എന്താണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇടക്കൊക്കെ മൂപ്പര് തെറ്റാണെന്ന് പോരാൻ നോക്കുന്നുണ്ട്. അപ്പോ തന്നെ കാന്തപുരം ഇപ്പത്തിന് സോപ്പാക്കും. കാന്തപുരത്ത് അതിനുള്ള പ്രത്യേകമായ ഭൗതിക സംവിധാനങ്ങളുണ്ട് ആൾക്കാരെ ശരിയാക്കാറുണ്ട്. നോക്ക് നിങ്ങൾ പറയുന്നത് പെൺമള. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അൽഹീരിയും അവിടെ കടന്നു വന്നു. അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പെൺമോൾ ഉസ്താദ് കേൾക്കുകയും ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരെ, ഞാൻ ഈ പറയട്ടെ, ഇത്ര വ്യാജമാണെന്ന് ഉറപ്പറിഞ്ഞ തിരിച്ചറിഞ്ഞ കൃത്രിമമായി പരമ്പരയുണ്ടാക്കിയെന്ന് ജനലോക്ഷങ്ങൾക്ക് ബോധ്യപ്പെട്ട കാന്തപുരം വിഭാഗത്തിൽ പോലും നിഷേധിക്കാൻ പോലും പഴുതില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട ഈ സത്യം നിലനിൽക്കെ അത് വ്യാജാന്ന് ഉറപ്പുണ്ട്. ഇനി ഒരൊറ്റ മിനിമം കാര്യം കാന്തപുരം ഗ്രൂപ്പിൽ ചെയ്യാമല്ലോ. കാന്തപുരം ഗ്രൂപ്പ് അംഗീകരിക്കുന്ന ലോക മുസ്ലിം സമൂഹം പാരമ്പര്യമായി അംഗീകരിക്കുന്ന ഒരേ ഒരു രീതിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കേശമാണോ അള്ളാഹിന്റെ റസൂലിന് നിഴലില്ല, ആ റസൂലിന്റെ മുടിയാണോ അതിനും നിഴലുണ്ടാവില്ല. ലോകത്തറിയപ്പെട്ട കാര്യമാണ്. ഒന്ന് നിഴലുണ്ടോന്ന് ഒന്ന് നോക്കൂടെ, കത്തിച്ചു നോക്കാൻ മടിയുണ്ടെങ്കിൽ വേണ്ട. ഒരു നിഴലുണ്ടോ നോക്കൂടെ, കത്തൂല റസൂലിന്റെ മുടി, ഈച്ച ഇരിക്കൂല റസൂലിന്റെ മുടിയിൽ. ലോകത്ത് പരീക്ഷകൾ നടത്തി നോക്കിയിട്ടുണ്ട്. നിഴലുണ്ടോ നോക്കാൻ വല്ല പണിയുണ്ടോ? പക്ഷെ തയ്യാറില്ലല്ലോ. യഥാർത്ഥത്തിൽ എങ്ങനെ തയ്യാറാകാതിരിക്കും? കാന്തപുരം ഗ്രൂപ്പിന്റെ തന്നെ സകലമായ പ്രസിദ്ധീകരണങ്ങളും ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശമാണോ അതിന് നിഴലുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും എഴുതിയിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ എന്റെ കൈവശം ആ പ്രസിദ്ധീകരണങ്ങളുടെ കോപ്പിയുണ്ട്. ഞാൻ നിങ്ങൾ ആ ഉദ്ധരണി മാത്രം വായിച്ചു കേൾപ്പിക്കാം. ഈ വ്യാജമുടി വരുന്നത് വരെ അവരെഴുതി വച്ചത് പൂങ്കാവനം 2005 മെയ്ലക്കം കാന്തപുരത്തിന്റെ മാസികയാണ്. അവരെ വാചകം നോക്കോ. തിരുമുടിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഔറംഗസീബ്, അതായത് അസർത്തുബാൽ മസ്ജിദിലെ മുടി മോഷണം പോയി അവിടെ സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ ഔറംഗസീബ് അന്ന് പരീക്ഷിച്ചത് പല പരീക്ഷണവും നടത്തി. സൂര്യപ്രകാശത്തിൽ വെച്ചപ്പോൾ നിഴലുണ്ടായില്ല, തീയിലിട്ടപ്പോൾ കത്തിയില്ല, മധുരം പുരട്ടിയപ്പോൾ ഈച്ച അടുത്തില്ല. പൂങ്കാവനം 2005 മെയ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഔറംഗസീബ് പോലും അന്ന് ചക്രവർത്തി ആ ഹസർത്തുബാൽ മസ്ജിദിൽ ആ മുടി സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഒന്നും കൂടി ഉറപ്പുവരുത്താൻ ചെയ്ത് പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്, ചരിത്രത്തിലുമുണ്ട്. ഈ മുടിക്ക് നിഴലുണ്ടോ നോക്കി, നിഴലില്ല. കത്തിച്ചു നോക്കി, കത്തുന്നില്ല. ഈച്ച ഇരിക്കുന്ന മധുരം പുരട്ടി വെച്ചു നോക്കി, പുറത്ത് ഈച്ച അടുക്കുന്നില്ല. സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കാന്തപുരം ഗ്രൂപ്പ് എഴുതിയതല്ലേ? ഒരിടത്ത് മാത്രം എഴുതിയത് അല്ല. അവരുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചീഫ് എഡിറ്ററായ സുന്നി വോയിസിൽ പച്ചയായി അവരെഴുതി വെച്ചു. റസൂലിന്റെ പുണ്യകേശം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി കാണിച്ചു. മറ്റു വസ്തുക്കൾക്കുണ്ടാകുന്ന പോലുള്ള നിഴൽ ഇതിന് ദൃശ്യമായില്ല. സുന്നി വോയിസ് 2000 മെയ്ലക്കം. ഇതുപോലെ കാന്തപുരം തന്നെ എഴുതിയിട്ടുണ്ട്. തിരുകേശം മദീനയുടെ പിന്നെ അൽ ഇർഫാദ് മാസിക 2011 ഏപ്രിൽ ലക്കത്തിൽ. അതുപോലെ തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകത്തിൽ കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അബ്ദുൽ അസീസ്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി
ഇതേപോലെ എഴുതി വച്ചിട്ടുണ്ട്. അവരൊക്കെ ഏകകണ്ഠമായി അംഗീകരിച്ച സത്യമാണ്. പ്രവാചകരുടെ തിരുകേശമാണോ എങ്കിൽ അതിന് നിഴലുണ്ടാകില്ല എന്ന സത്യം ആധികാരികമായി രേഖപ്പെടുത്തി എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല അക്കാര്യം ഇവരുടെ തന്നെ പ്രഭാഷകന്മാർ ഒരുപാട് കാലം പറഞ്ഞതാ. നോക്കോടെ പ്രഭാഷകൻ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മുടിയാണോ, അതിൽ ടോർച്ചിങ്ങനെ അടിച്ചു നോക്കിയാൽ മതി നിഴലുണ്ടോ അല്ലേ നോക്കി സ്ഥിരീകരിക്കാം എന്ന് അവർ പോലും പ്രസംഗിച്ചു വെച്ചത് ഇപ്പോഴും നിലവിലുണ്ട്. ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് വെക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നോക്ക് നിങ്ങൾ, അവർ പച്ചയായി പ്രസംഗിച്ച് നടന്നു പോണത്. ഈ സത്യം ഇവിടെ നിലനിൽക്കുന്നു. പക്ഷെ എങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നിഴലുണ്ടോ നോക്കാൻ മാത്രം അവർ തയ്യാറായില്ല. ഈ ജിഷാൻ മാഹി പേരോടിനെ പരീക്ഷിക്കുന്നുണ്ട്. സാക്ഷാൽ പേരോടിനോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഇസ്മായിൽ സക്കാഫി വരുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും ഈ അധാർമികർക്കെതിരെ പോരാട്ടം നടത്തുന്ന നമ്മുടെ സകലമാന നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, പേരോടുമായി ഈ ജിഷാൻ മാഹി ചോദിക്കുന്നുണ്ട്. ഞാൻ ഖത്തറിൽ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട 1-2 ആൾക്കാരെ കൊണ്ടുവരികയാണ്. ഈ 1-2 ആൾക്കാരെ കൊണ്ടുവരുന്ന മിനിമം 2 ആളില്ലെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ. അയാൾക്ക് ഉസ്താദെ നമുക്ക് നമ്മളെ മർക്കസിലെ മുടിക്ക് നിഴലുണ്ടോ എന്ന് കാണിച്ചു കൊടുത്തുകൂടെയും ചോദിക്കുന്നുണ്ട്. ന്യായമായ ചോദ്യമാണല്ലോ. വേണ്ടപ്പെട്ട ആളാ ചോദിക്കുന്നത്. വേണ്ടപ്പെട്ട ആളോട് ചോദിക്കുന്നത് നിഴലുണ്ടോ നോക്കിച്ചൂടെയും ചോദിക്കുന്നുണ്ട്. നീണ്ട സംഭാഷണ. എങ്ങനെ പറഞ്ഞാലും പേരോട് സമ്മതിക്കൂല. അപ്പൊ എന്തിനാന്ന് മടിക്കുന്നത്? നമുക്ക് തന്ന കേന്ദ്രം ബോംബെയാണല്ലോ. ബോംബെയിലെ മുടി നിഴലുണ്ടോ നോക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ഇവിടുത്തെ മുടി നിഴലുണ്ടോ നോക്കിയാൽ എങ്ങനെ പറഞ്ഞാലും പേരോട് സമ്മതിക്കൂല. ഇവിടുത്തെ നിഴലുണ്ടോ നോക്കാൻ പറ്റൂല. നോക്കിയാൽ ഒഴിഞ്ഞു മാറണം. നോക്കോ, അദ്ദേഹം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും ജിഷാൻ മാഹിയും നടത്തുന്ന സംഭാഷണം. പിന്നെ മൂപ്പര് അത് അത്തറ് മുക്കിയിട്ട് കാണിച്ചു കൊടുത്തോ? അതായത് നൗഷാദ് ഹസനി ബോംബെയിൽ പോയിരുന്നു. പോയറിയായിരിക്കുമല്ലോ ഏതായാലും. അപ്പൊ പോയ സമയത്ത് ഇക്ബാൽ ജാലിയവാല അതിൽ നിന്നൊരു ഷെയർബാർക്ക് എടുത്തു. അതിൽ നൗഷാദ് ഹസനെ കൊണ്ട് തന്നെ പിന്നെ അത്തറ് ഒഴിപ്പിച്ചു. അങ്ങനെ അത്തറ് ഒഴിപ്പിച്ചിട്ട് ഒരു ബൾബിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നിഴല് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഹസനി നിഴല് കണ്ടു. അപ്പം കണ്ടപ്പം പറഞ്ഞു പിന്നെ അത് അത്തറിന്റെ നിഴലാണ്, ഇൻഷാ അള്ളാ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ സംസം പിന്നെ ഇത് ഷെയർബാർക്ക് മുമ്പ് ഒരു പ്രത്യേക സാധനം കൊണ്ട്, കൊടില് മാതിരിയുള്ള പ്രത്യേക സാധനം കൊണ്ട് എടുത്തിട്ട് സംസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നല്ല ചൂടുള്ള ബൾബിന്റെ മേലെ വെച്ച് ഉണക്കി എന്നിട്ട് അത് വീണ്ടും കാണിച്ചു കൊടുത്തു. അതിന് നേരില്ലാന്ന് പറഞ്ഞു. അത് മൂപ്പര് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതെ, നൗഷാദ് ഹസനി. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു 2 ആളുണ്ട്. അതിലിപ്പോ 2 ആളെ പറ്റിയില്ലെങ്കിൽ ഒരാളെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് നോമ്പ് അവസാനം നാട്ടിൽ വരുന്നുണ്ട്. അത് മർക്കസിൽ വന്നാൽ ഉസ്താദ് അതുപോലെ ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ഉണ്ടായി കൊടുക്കുമോ? അതെ, അല്ല അതൊരു മറുപടിയാ. ഞാനിത് നോക്കിയില്ല. ഏത് ഞാനിത് ചോദിക്കില്ല. ഇല്ല, പരിശോധിക്കുന്ന ഇപ്പൊ തെറ്റില്ലാന്ന് ഇപ്പൊ നമുക്ക് തന്ന ആളുകളെ പ്രവർത്തനം കൊണ്ട് തെളിഞ്ഞല്ലോ. ആയിക്കോട്ടെ, അത് അയാളൊക്കെ വരുന്നില്ല. അല്ല, നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാത്തതിന് എന്താ പിന്നെ കാരണം പറയാ? എനിക്കറിയില്ല, ഞാനതിന്റെ ഇടപെടില്ല തന്നെ പറയും. അല്ല, ഇതാ ഇപ്പൊ കൈവശമുള്ള വെച്ചാല് എന്നെക്കാൾ ബന്ധു എപ്പിസായിട്ട് ഉസ്താനല്ലേ ഉള്ളേ? ഇല്ല, ഞാൻ പറയില്ല. സംശയമുണ്ടല്ലേ ഇതിൽ സംശയക്കേടൊന്നുമല്ലല്ലോ. അത് അതിന്റെ ഒരു പിന്നെ എന്താ പറയണ്ടേ, ഇബ്രാഹിം നബി ചോദിച്ച മാതിരി ആയിക്കോട്ടെ. അവിടെ പോയിട്ട് പോയിട്ട് ആയിക്കോട്ടെ. മറ്റേ ആൾ പോയ തന്നെ മറ്റേ ആൾ ഇവിടെ നാട്ടിൽ വിട്ടില്ല. ഏത് പിന്നെ ഷാദിനും അവിടെ പോയിട്ടില്ല, വേണ്ട ഇവിടുന്നല്ല. അതെ, ആ ഒരു ഇതുണ്ടെങ്കിൽ വീട് നേരെ കാണിച്ചു കൊടുത്ത പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അത് ഞാൻ പറഞ്ഞു. അതിന് ഓലാറെ പോയിട്ട് ആയിക്കോട്ടെ. അപ്പൊ അയാളോട് ഇല്ലാന്ന് പറയാം. അങ്ങനെ അവസാനിക്കെങ്കിലേ അങ്ങനെ അവസാനിക്കുമെങ്കിലേ ഉണ്ടാക്കിയാൽ എന്തായാലും ഉണ്ടാക്കണ്ടേ? കാരണം ഓല് കാണിച്ചു കൊടുത്തിട്ടാണ് ഓല് വാങ്ങി. അല്ല, ഓലുണ്ട് തന്നെയാണ് ഓലും പറയുന്നേ.
ഓലുണ്ട് അതല്ല ഓല് ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടില്ല ഓലെ ചോദ്യം എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് കിട്ടിയ 7 മുടിയായിട്ട് നമ്മളും വരും, നിങ്ങൾക്ക് കിട്ടിയ 2 മുടിയായിട്ട് നിങ്ങളും വരിക, എന്നിട്ട് നമുക്ക് കോഴിക്കോട് പത്രക്കാരെ വിളിച്ചിട്ട് അവിടുന്ന് മുമ്പ് നീര് നിഴലുണ്ടോ ഇല്ലെന്ന് നോക്കാം, നിങ്ങൾ തയ്യാറുണ്ടോന്നല്ലേ ഓല് ചോദിക്കുന്നത്. ഇപ്പൊ അതിനുണ്ടോന്നാണ് ഇവർ നൗഷാദ് ഹസനോടും അതുപോലെയുള്ള നമ്മളെ ആളുകളോടും ഒലിപ്പം പുതുതായിട്ട് ഓല് ചോദിച്ച ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഓലി നിഴല് നോക്കുന്ന കേരളത്തിൽ ഒരു പിന്നെ ഉള്ള പ്രധാനപ്പെട്ട പത്രക്കാരെ വിളിച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള മുടി നിങ്ങൾ കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ള മുടി നമ്മൾ കൊടുക്കുക, എന്നിട്ട് നിഴലുണ്ടോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചതിന്റെ മറുപടി എന്താണ് ഓലേന് പിന്നെ ഉണ്ട് എന്നാണ് ഓല് പറയുന്നത്. അതെ, ഓലെ സാധനം കിട്ടി തന്നെ ഓലത്ത് കാണിച്ചിരുന്ന എന്താ ഓലെടുത്തുള്ള അവര് കാണിച്ചു തരുന്നത് ഓലിക്ക് അങ്ങനെ ബോംബെന്ന് കിട്ടിയത് തന്നെയാണെന്നുള്ളതിന് എന്താ തെളിവ്? അതേ ചോദ്യം തിരിച്ചിട്ട് ഇങ്ങോട്ടും ചോദിച്ചാലോ? അവർ ചോദിച്ചോട്ടെ, ചോദിച്ചോട്ടെ. ഇക്ബാലിന്റെ അടുത്തുള്ള മുടി തന്നെയാണോ മർക്കസിലുള്ളതെന്ന് ചോദിച്ചാൽ അത് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് ഇതല്ലാണ്ട് വേറെ വഴിയുണ്ടോ? ചോദിച്ചോട്ടെ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ, ആ ചോദ്യം ചോദിച്ചാൽ എന്തോരോട് നമ്മൾ കൊടുക്കും? നമ്മളെടുത്തുള്ളത് ഇന്ന വൈകാതെ പറഞ്ഞാന്ന് പറയും. ഏത് നമ്മളുടെ അടുത്തുള്ളതേ ഇന്ന വൈക്കില്ല എന്ന് പറയില്ല. അതിപ്പോ അയാൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അയാള് വിശ്വസിക്കുന്നില്ലല്ലോ. ഇല്ല, അതിപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള സാധനം ഏതാണ്? നിങ്ങൾ ഇക്ബാൽ ഇക്ബാലിന്റെ അടുത്തുണ്ട്, മൂപ്പര് കാണിച്ചിരുന്ന അതിന് നേരില്ല, നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെന്ത് പറഞ്ഞിട്ട് നിൽക്കുന്നത്? എന്നിട്ട് ഒരു അംഗീകരിച്ചോന്ന് എന്റെ ചോദ്യം. എങ്ങനെ ഓല അംഗീകരിക്കും എന്നാണ് പറയുന്നത്? അങ്ങനെ കാണിച്ചു കൊടുത്താലും അംഗീകരിക്കും. പിന്നെ ഒരു അംഗീകരിക്കില്ല. അയാളെടുത്ത് കണ്ടല്ലേ ഞാൻ അംഗീകരിക്കാത്തത്? അയാളുടെ അടുത്ത് കണ്ടിട്ടില്ല എന്നാണ് ഓല് പറയുന്നത്. അപ്പൊ ഇയാള് കണ്ടു അയാള് ഓല് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, നൗഷാദ് ഹസനി കണ്ടു, നിഴലില്ലാന്ന് കണ്ടിട്ടില്ല എന്നാ ഓല് പറയുന്നത്. ഓക്കെ, രണ്ടാമത് വേറെ തന്നെ പോട്ടെ, ന്യൂഡൽഹിയിലല്ലേ? അല്ല, നമ്മളെ നാട് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ അല്ലല്ല, അവിടെയാ പോണ്ടേ? അവിടെയാണ് ഇപ്പൊ ഇയാള് പോയിട്ട് മറ്റേ കാണിച്ചു കൊടുത്തപ്പോ നേരെ കാണുന്നില്ല, ഇവന് പോയപ്പോ നേരെ ഉണ്ട്, ഇവന് രണ്ടാളും കൂടി അവിടെ തന്നെ ബോംബെ തന്നെ. അതിന് അധ്യക്ഷമായിട്ട് നാലാളെയും കൂട്ടി പത്രക്കാരനെ കൂട്ടിക്കോട്ടെ. എല്ലാരാ കളത്തോണ്ട് തെറിയാറാ മതി. ഓക്കെ, അത് നമുക്ക് വാദത്തിന് വേണ്ടി ഓക്കെ പറയാം. എന്നാൽ നിങ്ങൾ മർക്കസിലുള്ള പറയുന്ന റൂട്ട് റെഡിയായിരിക്കും. എന്ത് പറഞ്ഞ റൂട്ട് റെഡിയായിരിക്കും. ഓലോട് പറ പത്രക്കാരെ കൂട്ടുക, നൗഷാദ് ഹസനെയും കൂട്ടുക, ഇവരും വരിക, എന്നിട്ട് ഓൽക്ക് കൊടുത്ത അയാളൊക്കെ പോവാ. അയാളൊക്കെ നൗഷാദ് ഹസനിക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാലോ? ഓക്കെ, ഒരു പണിയുണ്ട്, നമുക്ക് ബോംബെയിലും പോവാ, അതേപോലെ മർക്കസിലും നോക്കി, രണ്ടും നോക്കാന്ന് പറഞ്ഞാലോ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ. അല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് ഒപ്പിട്ടേരെന്ന് വെച്ചാലോ? അത് ഒപ്പില്ല, വൈകാലത്ത് വ്യവസായി കൊടുക്കുന്നില്ല, ഇവിടെ ഒപ്പില്ല. അതെല്ലാം കാലം കഴിഞ്ഞില്ല ഒപ്പിടിക്കുന്നില്ലല്ലോ. ആയിക്കോട്ടെ, എങ്ങനെ പറഞ്ഞാലും മർക്കസുകൾ അടുക്കാൻ പറ്റില്ല, നേരെ നോക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നോക്കി നിങ്ങൾ സംഭവം, കാരണം ഇയാൾക്ക് ശരിക്കറിയാം. പക്ഷെ അവിടെ ഇസ്മായിൽ സഖാഫി ചോദിച്ച ചോദ്യം, ഇത് കാന്തപുരം ഇതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന മൂപ്പര ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാനാണ്. മകൻ അബ്ദുൽ ഹക്കീം ഇതിനു വേണ്ടി മരിക്കണമെന്ന മൂപ്പർക്ക് അനന്തരാവകാശം കിട്ടുന്നു വിചാരിച്ചിട്ടാ. പാവം പേരോട് എന്തിനാ നടക്കുന്നത് മൂപ്പര് പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് കേട്ടോ. അല്ലേ? അതിന്റെ മുണ്ടണില്ല, ചില ആൾക്കാർ മുണ്ടണില്ല. നമ്മളെ മറ്റേ കവി പറഞ്ഞില്ലേ, മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി, അനന്തരാവകാശം കിട്ടുമെന്ന് കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം പേരോട് എന്തിനാ തൂങ്ങിയത്? എന്താ പൊരുത്തം കിട്ടാത്ത? ഇയാൾ എന്തിനാ തൂങ്ങിയത്? ഏതായിരുന്നാലും ഈ മുടി ഇനി മുന്നോട്ട് പോകൂല. 14 കോടിയൊക്കെ സംഘടിപ്പിച്ചു, ഇനി അടുത്ത പരിപാടി വേണമെന്ന് മൂപ്പര് കാന്തപുരത്തിൽ മനസ്സിലായിട്ടുണ്ട്. പരാജയപ്പെടുന്ന പ്രശ്നം മൂപ്പരിൽ അടുത്ത പരിപാടി രംഗത്തിറക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ മൂപ്പര് ലേറ്റസ്റ്റ് ആയി പറയണത്, മൂപ്പര് കണ്ടുവച്ചിട്ടുണ്ട് മദീനയിൽ റസൂലുള്ളാഹിന്റെ റൗളന്റെ മീതെ വിരിച്ച വിരിപ്പ് മൂപ്പര് കണ്ടെത്തിയിട്ടുണ്ട് ഒരാളെ കയ്യില്. അതിന് കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ട്. അതിന്മേ ശരിക്കും 300 കൊല്ലം മുമ്പുള്ള വിരിപ്പാണ്. ആ വിരിപ്പ് അതിന്റെ മോള് വിരിച്ച അന്ന് മൻ സാറ ഖബരി വജബത്തുലഹു ഷഫാത്തി, എന്റെ ഖബർ സിയാറത്ത് ഷഫാത്ത് സ്ഥിരപ്പെട്ട ഹദീസൊക്കെ അതിന്റെ മോള് എഴുതിയിട്ട് ഇപ്പൊ വഹാബി ഭരണകൂടം അപ്പൊ അങ്ങനെയൊന്നും എഴുതൂല. ആ വിരിപ്പ് ഒരു അറബിന്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അറബിനോട് നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. മൂപ്പര് കൈമ കണ്ണുണ്ട് അടുത്ത പിരിവിലുള്ള പരിപാടി. അപ്പൊ മൂപ്പര് വരിയും പറയുന്നുണ്ട്. അറബി പറഞ്ഞു $5 ലക്ഷം ആൾ വില പറഞ്ഞിട്ടുണ്ട്, $5 മില്യൺ. നമുക്ക് ആലോചിക്കാം,
അപ്പൊ $5 മില്യൺ കൂടുതൽ കിട്ടിയാൽ നോക്കാന്നാ ആലോചിക്കുന്നത് പറയണത്. ആ പൈസ പിരിക്കാനുള്ള കള ഒരുക്കുന്നുണ്ട് മൂപ്പര്. അടുത്ത പരിപാടി നോക്കോ, എന്താ പരിപാടി? തങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയിൽ ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു കുബ്ബ സൗദി ഭരണം വന്നിട്ടിപ്പോ ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്തായി. ആ കൊല്ലം വരുന്നതിന്റെ 250 കൊല്ലം മുമ്പ് നെയ്തുണ്ടാക്കപ്പെട്ട ഈ കില്ല, അതിൽ 2 ഹദീസ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് കാണുകയില്ല. ഒന്ന്, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅത്തി എന്ന് അന്നത്തെ കില്ലയിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അതേ കില്ലയിൽ എഴുതിയതാണ് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അപ്പൊ എത്രയായി? 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ കില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള കഷ്ണം, ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമ്മക്ക് തരുമോ? അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്നും അയാൾ കൊടുത്ത് പറഞ്ഞു. അതിനി വാങ്ങാൻ ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആളുകളെ ഉണ്ടാവുള്ളൂ, ഞങ്ങളെ കൊണ്ടാവില്ല. അപ്പോ ഈ തോതിൽ മൂപ്പര് അടുത്ത നമ്പർ ഇറക്കാനുള്ള പരിപാടിയില്ല. നീ മൂപ്പരോട് ചോദിക്കാണ് മദീന മുനവ്വറയിൽ ആരെടുത്ത് അതുള്ളത്, അതൊന്നും പറയില്ല. ഉസ്താദ് പറഞ്ഞാൽ വിശ്വസിക്കണം. ഇതാണ് ഇപ്പൊ നിലപാട്. എന്റെ സഹോദരന്മാരെ, ഇമാതിരി പ്രശ്നങ്ങൾ കാണിക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല. ഭൗതിക താൽപര്യത്തിന് വേണ്ടി ഈ ദീനിനെ ചൂഷണം ചെയ്യുന്ന ആളുകളെ കാറൂനുമാർ എന്നാ പറയേണ്ടത്. നമ്മളങ്ങനെ പറയുന്നില്ല. പക്ഷേ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, ആർക്കും തർക്കമില്ലാത്ത മഹാനായ കീശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം ഇയാൾക്ക് ഒരിക്കൽ പോലും മുഖം കൊടുത്തില്ല. ഏത് സാധുക്കൾ ചെന്നാലും ദുആ ചെയ്യിപ്പിക്കാം. കാന്തപുരത്തിൽ എങ്ങനെ കയറി വന്ന ഉസ്താദ് അതിലെങ്ങനെ ഇറങ്ങിപ്പോവും, ഫേസ് കൊടുത്തിട്ടില്ല. കാഹാനായ ഈ ഉസ്താദ് അവർകൾ, തൃപ്പനച്ചി ഉസ്താദ് അവർകൾ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത് കാറൂൻ പണ്ഡിതൻ എന്നാണ് പറഞ്ഞ, നാവ് കൊണ്ട് പറഞ്ഞു എന്നത് സ്ഥിരപ്പെട്ടതാ. അതിന് വിശദീകരണം അയാൾ പറഞ്ഞത്, ഈ കാറൂൻ പണ്ഡിതൻ എന്ന് പറഞ്ഞപ്പോ കാന്തപുരം വിഭാഗത്തിന്റെ പ്രഭാഷകൻ പറയാ, മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കീഴ്ശേരി ഉസ്താദ് കാറൂൻ പണ്ഡിതൻ എന്ന് പറഞ്ഞിക്കണമെങ്കിൽ കീഴ്ശേരി ഉസ്താദിന് തെറ്റുപറ്റിന്നല്ലാതെ കാന്തപുരം ഉസ്താദിന് തെറ്റുപറ്റൂല. നോക്കുന്നത് പറയാനുള്ള ധാർഷ്ട്യത തെറ്റിദ്ധാരണ വരൂല. പക്ഷെ എന്താ ഈ കേൾക്കുന്നതിനുള്ള വേദാണ് ആരും ഒന്ന് വേദാറാവില്ല. കാരണം അത്ര അടുത്തുള്ള ഒരു വലിയ കുതുബിന്റമായുള്ള എന്നായി ഇത് പറയണത്.